എടാ വെറും 10 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ജ്യൂസിന്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ജ്യൂസ് എന്നോ ഷെയ്ക്ക് എന്നോ എന്ത് വേണമെങ്കിലും പറയാം, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നോമ്പ് സമയത്തൊക്കെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അധികം ചെലവോ ആഡംബരമോ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ജ്യൂസ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എടോ, ഇത് ഉണ്ടാക്കാനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഈ പാക്കറ്റിലുള്ള ബിസ്ക്കറ്റ് എല്ലാം പൊട്ടിച്ചങ്ങോട്ടിടാം. ഫുള്ളും ഇടുന്നില്ല, ഞാനൊരു 15 ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബിസ്ക്കറ്റ് തന്നെ എടുക്കണം എന്നില്ല, പാർലേജി ബിസ്ക്കറ്റ് ഒക്കെ എടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സിന്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വളരെ കുറച്ച് മാത്രം പഞ്ചസാര ചേർത്താൽ മതിയാവും. കാര്യം ഇതിലെല്ലാം അത്യാവശ്യം മധുരം ഉള്ളതാണ്, കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ ഇതുപോലെ 5 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ബൂസ്റ്റിന്റെ പാക്കറ്റും കൂടെ എടുത്ത് അതും കൂടെ പൊട്ടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ വീഡിയോ രാത്രി കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം കാണുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടോട്ടൽ ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് തിളപ്പിച്ചൊന്ന് തണുപ്പിച്ചെടുത്ത പാലാട്ടോ. ഇത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് ആദ്യം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് അരഞ്ഞു കിട്ടണം, അല്ലെങ്കിൽ ഇത് മൊത്തം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അരഞ്ഞു കിട്ടില്ല. അപ്പം ഇതൊന്ന് അടിച്ചെടുത്താണ്ട് ഈ ഭാഗം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അതിലേക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് റെഡി ആവും കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലോ. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ഷാർജ ഷേക്കിനോടൊക്കെ പോടാ അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറയാൻ തോന്നും എന്നാണ് എൻ്റെ ഒരു തോന്നല്. അപ്പം നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് പറയൂ കേട്ടോ. ഇനി ഫൈനലി ഇതിലേക്ക് കുറച്ച് ചെറി ഞാനൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം.